സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഈ ഒരു വിവാദം കൊണ്ട് ആർക്ക് ഗുണം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൃഥ്വിരാജിനും ആ ഒരു സിനിമയ്ക്കും അതിഗംഭീരമായിട്ടുള്ള ഗുണം കിട്ടിയെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. കാരണത്തിന്റെ ഒരു ഇതിലേക്ക് കടക്കുകയാണെങ്കിൽ എമ്പുരാന് വിവാദങ്ങൾ ഇത് തുണയാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ 28,000 ഒരുപക്ഷെ എൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്ക് ഒരു 50,000 ടിക്കറ്റ് എങ്കിലും ഇപ്പൊ വിറ്റുപോയിരിക്കും. കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആ ഒരു കലാഭവനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണെന്നും അതാണ് അരമണിക്കൂറോളം കട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള ആ ഒരു വിവാദം വന്നതോട് കൂടിയിട്ട് അത് വീണ്ടും റീ എഡിറ്റിങ്ങിന് കൊടുക്കുന്നു എന്നുള്ള ആ ഒരു വിവാദം നമ്മുടെ മുമ്പിലേക്ക് വന്നതോട് കൂടിയിട്ട് ആളുകൾ മുഴുവൻ നമുക്ക് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ കാണാം എന്നൊക്കെ വിചാരിച്ച ആളുകൾ മുഴുവൻ എല്ലാവരും ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോറി സുഹൃത്തുക്കളെ, ഞാനും നാളെയാണ് എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ ഒരു നിമിഷമായിരിക്കും. ഞാനും സിനിമ കാണാൻ പോകുന്നുണ്ട്. ആ സിനിമ കണ്ടിട്ട് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ കട്ട് ചെയ്തു, എവിടൊക്കെ മ്യൂട്ട് ചെയ്തെന്ന കാര്യങ്ങൾ ഞാൻ മുമ്പിലേക്ക് എത്തിക്കാൻ കേട്ടോ. പക്ഷെ ഇതേ സമയം തന്നെ ഇതൊരു പൃഥ്വിരാജിന്റെ സംഘവിരുദ്ധ മാർക്കറ്റിംഗ് തന്ത്രമാണിതെന്നും എന്നാൽ ഇത് BJPക്കാണ് ഇത് വോട്ട് കൂട്ടുകയെന്നും എങ്ങനെ ലാഭം കൊയ്യണമെന്ന് സംവിധായകന് അറിയാമെന്നും അഖിൽ മാരാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഖിൽ മാരാര് തുടക്കം മുതലേ ഈ ഒരു സിനിമയ്ക്ക് എതിരെയാണെന്ന് പറഞ്ഞു വരുന്നു. എന്നാൽ ആ സമയം തന്നെ എഴുത്തുകാരനായിട്ടുള്ള നമ്മുടെ മുരളി ഗോപി പറയുന്നത് ആളുകൾ എന്ത് വേണമെങ്കിൽ വിചാരിച്ചോട്ടോ, അത് കുഴപ്പമില്ല. ഇതിനോടൊക്കെ ഒപ്പം എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ച ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതി, നമുക്ക് കൃത്യമായിട്ട് അറിയാം ആ റിപ്പോർട്ടർ ചാനൽ സുജയ പാർവതിയുടെ രാഷ്ട്രീയം ഒരു തീവ്ര വലതുപക്ഷമാണ്, BJP രാഷ്ട്രീയമാണ്, സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ്. ഈ ഒരു വിവാദം വന്നതോടുകൂടി അപാരമായിട്ടുള്ള ആഹ്ലാദത്തിലും സന്തോഷത്തിലാണ്. നമ്മുടെ പൃഥ്വിരാജിന്റെ സിനിമ നിൽക്കാൻ പോകുന്നു, കട്ട് ചെയ്യാൻ പോകുന്നു, ഞാൻ ഭയങ്കര ആഹ്ലാദവതിയാണ് എന്നൊക്കെ രീതിയിലാണ് സുജയ പാർവതിയുടെ പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഒരു സാധാരണത്തെ ഒരു വലിയ ചാനലിന്റെ ഒക്കെ തലപ്പത്തൊക്കെ പോയിരുന്നു ഇങ്ങനെ സംസാരിക്കാൻ മാത്രം എന്ത് വിവരമാണ് ഇവർക്കുള്ളത് നമുക്ക് തോന്നിപ്പോകും. എന്നാലും സുജയ പാർവതി വാക്കിലേക്ക് അടക്കാം കേട്ടോളൂ. അല്ല, പൃഥ്വിരാജിന്റെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറഞ്ഞത്, പൃഥ്വിരാജ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയുകയും ചെയ്യും. അല്ലാതെ RSSന് പൊള്ളി എന്ന് നിങ്ങൾ മൂന്നുപേരും പറയുമ്പോൾ അത് കേട്ട് കൈ കെട്ടി ഇങ്ങനെ ഇരിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അല്ല, പൊള്ളിയത് മോഹൻലാലിനും പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും നിർമ്മാതാവായ ഗോകുലം ഗോപാലനുമാണ്. ഏറ്റവും അവസാനം ചിത്രം ഏറ്റെടുത്ത ഗോകുലം ഗോപാലനടക്കം പൊള്ളിയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസർക്ക് പൊള്ളുന്ന പ്രൊഡ്യൂസർ ഒരു മാധ്യമത്തോട് പ്രതികരിച്ചു. അറിയാലോ ഈ സിനിമ ഈ നിമിഷം വരെ തേടിയ ഡോക്ടർ അരുൺ, വെട്ടിയ പണം ബുധനാഴ്ച തിയേറ്ററിൽ കാണാൻ താങ്കൾ കാത്തിരുന്നു. താങ്കൾ പറയുന്നത് പോലെ വെട്ടിയിരിക്കും 17 വെട്ടെന്നല്ല, അത് മാത്രമേ. ഒരു മാധ്യമ പ്രവർത്തകൻ സുജയ പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ. ഒരു മീഡിയ പീസ്, ഒരു സിനിമ ഒരു മീഡിയ ആണല്ലോ, അത് വെട്ടിയിരിക്കും എന്ന് താങ്കൾ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അറിയൂ, ശരി, താങ്കളുടെ വിഷമം അവിടെ ഇരുന്നോട്ടെ, എനിക്ക് വിഷമമില്ല, അങ്ങനെ പറയും. നോക്കൂ, താങ്കൾ വിഷമം ഇരുന്നോട്ടെ, എനിക്ക് വിഷമമില്ല, അങ്ങനെ പറയാം. ഈ ഒരു സ്ഥലത്താണ് സുജയ പാർവതി എന്ന് പറയുന്ന ആ ഒരു വാർത്ത അവതാരിക ഒരു അസല് സംഗിണിയാവുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് മീഡിയ പീസാണ്. പലപ്പോഴും യാഥാർത്ഥ്യങ്ങളൊക്കെ ഈ സിനിമയിലൂടെ പുറത്തു വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഒരു സിനിമ അങ്ങനെ നമ്മളെ എന്റർടൈൻമെന്റോ അല്ലെങ്കിൽ ത്രില്ലിങ്ങോ ആക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലൊക്കെ നമ്മളൊരു പ്രത്യേക മാനസികാവസ്ഥയ്ക്ക് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മീഡിയയാണ്. ആ മീഡിയയിൽ കത്തിവെക്കാൻ പോകുന്നു പറയുമ്പോൾ ഇത്രയധികം എന്തുകൊണ്ട് സുജയ പാർവതി സന്തോഷിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുജയ പാർവതി അടക്കമുള്ള BJPക്കാരെ വളരെയധികം വേദനിപ്പിക്കുന്ന ചില രംഗങ്ങളൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ്, ചില യാഥാർത്ഥ്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. ഈ ഒരൊറ്റ കാരണമാണ് സുജയ പാർവതിയെ ഇങ്ങനെ തുള്ളാൻ ഇവിടെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ആ കാരണം എന്തെന്നത് നമുക്കൊന്ന് കേൾക്കാം. എന്തുകൊണ്ടാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നിട്ട് ക്രൂരമായി ഒരു ഗർഭിണിയെ ബലാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ പ്രതികൾക്ക് ആരാ മാലയിട്ട് സ്വീകരിച്ചത്? അവർക്ക് പൊള്ളും സാർ, ആ സിനിമ കാണുമ്പോ പൊള്ളും, ആ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ യാഥാർത്ഥ്യം കാണുമ്പോ പൊള്ളും. ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു സിനിമ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിൽ ഈ സിനിമയെ എന്താണ് ഇത്ര പ്രകോപിപ്പിക്കാനുള്ള കാരണം?
ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലെ ഗോദ്ര കലാപത്തെ തുടർന്നുണ്ടായ നരോദ പാട്യ റയോട്ടാണ്. നരോദ പാട്യ റയോട്ട് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. 2002 ഫെബ്രുവരി മാസം 27 തീയതിയാണ് ഗോദ്രയിൽ തീവണ്ടിക്ക് നേരെ ആക്രമണം നടക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത ദിവസം 28 തീയതി നരോദ ഗ്രാമിലും നരോദ പാട്ടിയിലും നടത്തിയ സ്വാഭാവികമായും അല്ലല്ല, നോക്കൂ, തീവണ്ടി ആക്രമിച്ചവരെ കുറിച്ച് നമ്മൾ പറയണം. തീവ്രവാദികൾ ഭീകരവാദികൾ ആക്രമിച്ചു എന്നുള്ളതിനകത്ത് ആർക്കാ സംശയം? ആ ആക്രമിച്ച തൊട്ടടുത്ത ദിവസം അത് സിനിമയിൽ വരണോ? അല്ല, അതാ സിനിമയിൽ സ്വാതന്ത്ര്യം കിട്ടിയത് മഹാത്മാഗാന്ധി ഡോക്യുമെന്ററി അല്ല. സിനിമയിൽ കൃത്യമായി ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ഡോക്യുമെന്ററി അല്ലല്ലോ. അവിടെ നിൽക്കട്ടെ, എവിടെ ഡോക്യുമെന്ററി അല്ലാന്ന് സുജയ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വാദമില്ല സുജയ്ക്ക്. അവിടെ അവസാനിച്ചു, ഇതൊരു സിനിമയാണ്. അതിനെക്കുറിച്ച് 2 റിപ്പോർട്ടുകൾ കേട്ടു. ഞാൻ പറയട്ടെ, നരോദ പാർട്ടിയുടെ കാര്യത്തിൽ സംഭവം നടക്കും. 97 പേരാണ് നരോദ പാർട്ടിയിൽ കൊല്ലപ്പെട്ടത്. അതിൽ 6 സ്ത്രീകളുണ്ട്, 25 കുട്ടികളുണ്ട്, ബാക്കി പുരുഷന്മാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ 2 പേരിൽ ഒരാൾ മായ കൊട്നി എന്ന് പറയുന്ന BJP മന്ത്രിയായിരുന്നു. മറ്റൊരാൾ ഈ ബാബു ബജ്രംഗി എന്ന് അറിയപ്പെടുന്ന പട്ടേൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര്. അയാൾ 2007 ഒരു സ്വകാര്യ ചാനലിൽ കൊടുത്തൊരു അഭിമുഖമുണ്ട്. ഞാൻ അഭിമുഖം കേട്ടു പൂർണ്ണമായിട്ടും. ആ അഭിമുഖത്തിൽ പറയുന്ന 4 കാര്യങ്ങൾ, അതിലൊരു കാര്യം ഇതാണ്. അയാളുടെ ശബ്ദത്തിൽ പറയാണ്, ബാബു ബജ്രംഗി എന്ന ഈ ബാബുഭായ് പട്ടേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പോലീസ് നമുക്ക് സംരക്ഷണം ഒരുക്കി. പോലീസ് അവിടെ ഉള്ളത് കൊണ്ട് അവർ തോക്കെടുത്ത് വെടിവെച്ചപ്പോൾ ആ വെടികളെല്ലാം കൊണ്ടത് അവർക്കാണ്, നമുക്ക് നേരെ അവർ തോക്ക് ചൂണ്ടിയില്ല. പറയുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജ്രംഗിയാണ്. ഒരു ഗ്രാമത്തിലെ മൈനോറിറ്റി മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും കൂട്ടക്കൊല ചെയ്ത് 97 പേരെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ നരോദ പാട്യ കേസിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് ആയിരിക്കുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജ്രംഗിയുടെ ലൈവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹത്തിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഒടുവിൽ നമ്മൾ അവരുടെ വീടുകളിലേക്ക് കടന്നു കയറി, അവരുടെ വീടുകളിലുള്ള ഗ്യാസ് കണക്ഷനുകൾ എടുത്ത് അവിടെ വെച്ച് സ്ഫോടനം നടത്തി അവരെ നമ്മൾ കൊന്നു, അവരെ നമ്മൾ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു എന്ന് അഭിമാനപൂർവ്വം പറയാം. എന്നിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് അദ്ദേഹം ഉച്ചരിക്കുന്നുണ്ട്. അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല, അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാ. ആ പേര് ഉച്ചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിലെ പ്രധാനപ്പെട്ട കുറ്റവാളി പറയുന്നു ആ മനുഷ്യരായതുകൊണ്ട് മാത്രമാണ് ജയിലിൽ നിന്ന് ഇറക്കിയെന്ന് മാത്രം. എല്ലാ സംരക്ഷണവും നൽകി എന്നുള്ളതാണ് പറയുന്നത്. പോലീസ് പൂർണ്ണമായ സംരക്ഷണം നൽകി, അവർ കാഴ്ചക്കാരായിട്ട് നിന്നു. അതുകൊണ്ട് ഇത് വലിയ ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത്. ഇതൊരു വലിയ അവസരമാണെന്നാണ് പറയുന്നത്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് മലയാളികളോട് നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ. പറഞ്ഞത് ബാബു ബജ്രംഗി കൊടും ഭീകരനാണ്. ബാബു ബജ്രംഗി ഈ ബാബു ബജ്രംഗിക്ക് ആ പേര് വന്നതിന്റെ കാര്യം എന്താ? ബജ്രംഗദളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് വരുന്നത്. ഈ ബാബു ബജ്രംഗി ഒടുവിൽ എന്താ ചെയ്തതെന്ന് അറിയാമോ? നരോദ ഗ്രാം എന്ന് പറയുന്ന ഈ കൂട്ടക്കൊല നടന്ന ഗ്രാമത്തിലെ ആ കേസിൽ 21 വർഷത്തിനു ശേഷം ബാബു ബജ്രംഗി വെറുതെ വിട്ടു. പക്ഷേ നരോദ പാട്യ കേസ് സെപ്പറേറ്റ് കേസാണ്. 2 കേസായിട്ട് രജിസ്റ്റർ ചെയ്തത്. അതിന് 21 വർഷത്തെ ശിക്ഷ കൊടുത്തു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 7ഓളം തവണ പരോളിൽ ഇറങ്ങേണ്ടി വന്നു. ജാമ്യത്തിൽ ഇറങ്ങി ഈ പറയുന്ന ബാബു ബജ്രംഗി. കൊടും ഭീകരനായ ബാബു ബജ്രംഗിയുടെ പേര് ഉപയോഗിച്ചപ്പോ പൊള്ളി. ആർക്ക് പൊള്ളി? ബജ്രംഗദളിന് പൊള്ളി. കൊടും ഭീകരനെന്ന് താങ്കൾ പറഞ്ഞ സുപ്രീം കോടതിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യ വിധി കോട്ട് ചെയ്ത ഡോക്ടർ അരുൺ, അപ്പോൾ ഏത് കോടതിയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത്? കൊടും ഭീകരനെന്ന് താങ്കൾ ഒരു കേസിൽ ഇപ്പോഴും അദ്ദേഹം കുറ്റവാളിയല്ലേ? 97 പേരെ കൊലപ്പെടുത്തുന്നതിൽ 70 പേരെ നേരിട്ട് വീട്ടിൽ പോയി അവരുടെ ഗ്യാസ് എടുത്ത് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 97 പേരുടെ കൊലപാതകത്തിന് കാരണമായ ബാബു ബജ്രംഗി എന്ന് പറയുന്ന കൊടും ഭീകരനല്ലേ? അതെ. ആണോ? ഓക്കെ, അത് ഞാൻ അങ്ങനെയല്ല. ആണോ അല്ലയോ ഞാൻ പറഞ്ഞോണ്ട് നമുക്ക് ഇടപെട്ടല്ലോ. ചോദ്യമുണ്ട്. ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഈ ഗോത്ര സംഭവത്തിന്റെ, അതായത് ഈ നരോദ പാർട്ടിയിലേക്കുള്ള വഴിയിലെ ഗോത്ര എന്ന് പറയുന്ന ഒരു സംഭവം നടന്നായിരുന്നു. ഒരു ട്രെയിനിനുള്ളിൽ വെറുതെ അങ്ങ് തീ പടർന്നതല്ല. അതിന്റെ മുഖ്യ സൂത്രധാരന്റെ പേര് ഫാറൂഖ് ഖാന എന്നാണ്. ഫാറൂഖ് ഖാന 2016 മെയ് 19 അയാളെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത. അതുകൊണ്ടെന്നല്ല ഞാൻ പറയട്ടെ, ഗോത്രയിൽ 59 പേരുടെ മരണത്തിനിടയാക്കിയ തീവണ്ടി കത്തിക്കൽ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഫാറൂഖ് ഖാന 14 വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലായത്. ഈ സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ചിൽ മണ്ണെണ്ണ അടക്കം എത്തിച്ച ഫാറൂഖിനെ കുറിച്ച് മിണ്ടാൻ ആലുരാജിന് സമയമില്ല. അല്ല, ഡോക്ടർ അരുൺ അതാ പറയുന്നത്, പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി എടുത്ത സിനിമയാണെന്ന് വ്യക്തമാകുന്നത് ചെയ്യുമ്പോഴാണ്. സ്ത്രീകളെ അതിക്രൂരമായി ആക്രമിച്ച ഒരാളുടെ പേര് സുജിയെ ഇങ്ങനെ അയാളെ ഞാൻ ന്യായീകരിച്ചോ? ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ കോമ്പൻസേറ്റ് ചെയ്യാൻ മറ്റൊരാളുടെ പേര് കൊണ്ടുവരും. കോമ്പൻസേറ്റ് ചെയ്യാനല്ല, അതിന് മുൻപ് നടന്ന സംഭവത്തിലെ മറ്റൊരു ഭീകരന്റെ കൂടി ഞാൻ പറയുന്നത് ഫാറൂഖിനെ കുറിച്ച് സ്വാതന്ത്ര്യമാണ്. അതാണ് പൃഥ്വിരാജിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മാത്രം ചരിത്രത്തെ വളച്ചൊടിക്കാൻ നോക്കി. ചരിത്രത്തെ കുറിച്ച്
അതിനുശേഷം പോവുകയാണെങ്കിൽ വസ്തുതകൾ യഥാർത്ഥമായിരിക്കണം, അല്ലെങ്കിൽ എതിർക്കപ്പെടും. സുജയ, ഇനി ഇതിനിടയ്ക്ക് കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട്. അവിടെയാണ് സുജയ വീണു പോകുന്നത്. അതിനുശേഷം നടന്ന അഹമ്മദാബാദ് റൈറ്റിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട അതിനുശേഷം നടന്ന അഹമ്മദാബാദ് റൈറ്റ് തുടക്കം എവിടെയാണെന്നുള്ളത് മറന്നു പോകുന്നു. ജസ്റ്റിഫൈ ചെയ്യാനോ സുജയ? തുടങ്ങിയത് എവിടെയാണ്? തുടങ്ങിയത് എവിടെയാണ്? ഞാൻ ജസ്റ്റിഫൈ എന്ന് പറയുന്നത് താങ്കൾ മിസ് റെപ്രസെന്റേഷൻ ആണ്. താങ്കൾ പറയണം. ഞാൻ പറഞ്ഞത് സംഭവം തുടങ്ങുന്നത് സബർമതി എക്സ്പ്രസ് തീ വെച്ചുകൊണ്ട് സംഭവമാണ്. ആരെങ്കിലും ഗോദ്ര സംഭവത്തെ ന്യായീകരിക്കരുത്. ന്യായീകരിച്ചു മറന്നുകൊണ്ട് അടുത്ത നരോദ പാട്ടീൽ നിന്നാണ് ചരിത്രം തുടങ്ങുന്നത്. ഗോദ്ര സബർമതി എക്സ്പ്രസ് S6 കോച്ച് അറക്കുന്ന ഇതേ സംവിധാനം തന്നെയാണ് ഇവിടെ ഇടതുപക്ഷത്തിരിക്കുന്നത്. ബാബു ബജരംഗിയെ കുറിച്ച് ബാബു ബജരംഗിക്ക് 6 തവണ ജാമ്യം കൊടുത്തത് ഇതേ സർക്കാരാ. ആ 6 തവണ കൊടുത്ത മാത്രമല്ല, ഇഷ ജഹാൻ കേസുണ്ടല്ലോ, 3 പ്രധാനപ്പെട്ട കേസുകളിൽ റെസ്പെക്ടറി കേസിലടക്കം ആരാ പുറത്തുവിട്ടത്? ഏത് സർക്കാരാ പുറത്തുവിട്ടത്? ഒടുവിൽ എന്തുകൊണ്ടാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട്, കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നിട്ട്, ക്രൂരമായി ഒരു ഗർഭിണിയെ ബലാത്സംഗം ചെയ്തിട്ട്, എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പ്രതികൾക്ക്? ആരാ മാലയിട്ട് സ്വീകരിച്ചത്? അവർക്ക് പൊള്ളും സാർ. സിനിമ കാണുമ്പോ പൊള്ളും. ആ യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ യാഥാർത്ഥ്യം കാണുമ്പോ പൊള്ളും. ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഒരു സിനിമ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിനെ സിനിമയായി കാണാൻ പഠിക്കുക എന്നുള്ള മിനിമം സാമാന്യ മര്യാദയുണ്ട്. അത് ഉണ്ടായില്ല. എന്തായാലും ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ അരുൺകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാജാവാണ്. കാരണം കൃത്യമായിട്ടും ചരിത്രം പറഞ്ഞുകൊണ്ട് സംസാരിക്കും. അവിടെ സുജയ പാർവതിയെ പോലെയുള്ള ആ ഒരു സംഘപരിവാരികാരിക്ക് നല്ല തെറ്റുപറ്റും. എന്തായാലും സുഹൃത്തുക്കളെ, നാളെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത് ആ ഒരു ഗംഭീര സിനിമയാണ്. അതൊന്ന് കണ്ട് തീരുമാനമാക്കി നിങ്ങളുടെ മുമ്പിലേക്ക് അതിനെക്കുറിച്ചിട്ട് എന്തൊക്കെ എവിടൊക്കെയാണ് പ്രശ്നം, ആരൊക്കെയാണ് എവിടൊക്കെയാണ് വെട്ടിക്കളഞ്ഞത് എന്നുള്ള കാര്യം കുറിച്ചും സംസാരിക്കാൻ വരാം. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.